ഹലോ ഫ്രണ്ട്സ്, വോക്ക് വിത്ത് നെഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നിസാൻ്റെ മാഗ്നൈറ്റ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. ഇന്ത്യയിൽ നിസാൻ്റെ ചരിത്രം തിരുത്തിയെഴുതാൻ തന്നെ ശേഷിയുള്ള ഒരു കോമ്പാക്ട് SUV ആണ് നമ്മുടെ നിസാൻ മാഗ്നൈറ്റ് എന്ന് പറയുന്നത്. ഇന്ന് കോമ്പാക്ട് SUVകളുടെ കാലമാണ്. അപ്പോൾ എല്ലാവരും കോമ്പാക്ട് SUVക്കായിട്ട് ഓടി നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ബ്രാൻഡുകളും എല്ലാ കമ്പനീസും അവരുടെ ഒരു കോമ്പാക്ട് SUV ഹൈ ബഡ്ജറ്റിലും ലോ ബഡ്ജറ്റിലും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കിയയുടെ സോണറ്റിനോടും റിനോയുടെ കൈഗറിനോടും ഒക്കെ മുട്ടി നിൽക്കാൻ തന്നെ ശേഷിയുള്ള ഒരു മോഡലാണ് നമ്മുടെ നിസാൻ്റെ മാഗ്നൈറ്റ്. നമ്മുടെ മാഗ്നൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ നിസാൻ എന്തുമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് അറിയാനായിട്ടുള്ള ഒരു കാര്യമാണ്. നിസാൻ്റെ ഏറ്റവും പുതിയ ലോഗോ നമ്മുടെ മാഗ്നൈറ്റിലൂടെയാണ് നിസാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം എന്തുമാത്രം പ്രാധാന്യമാണ് നിസാൻ ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാം. നിസാൻ്റെ മാർക്കറ്റ് ഇന്ത്യയിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. ആ കാലത്താണ് കഴിഞ്ഞ 2020 മാഗ്നൈറ്റ് ഇന്ത്യക്കായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി ഇന്ത്യൻ മാർക്കറ്റിനെ പിടിച്ചടക്കാൻ ശേഷിയുള്ള ഒരു വണ്ടി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിന് നല്ല രീതിയിലുള്ള ബുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അവർ ഇൻട്രൊഡക്ടറി ഓഫേഴ്സായിട്ട് കുറേ ഓഫർ പ്രൈസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ ഡിസൈനിനെ പറ്റി അധികമായിട്ട് പറയേണ്ടതില്ല, എങ്കിലും ഞാനൊന്ന് ഓടിച്ചു വിട്ട് പറയുകയാണ്. കാരണം ഇതിൻ്റെ വീഡിയോസ് ധാരാളമായിട്ട് ഇപ്പം അവൈലബിൾ ആണ് നമ്മുടെ യൂട്യൂബിലൊക്കെ. വണ്ടി ഡിസൈൻ ഫ്രണ്ട് സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു വലിയ ഏരിയയിലുള്ളൊരു ഗ്രില്ല് തന്നെയാണ് ഇനി കൊടുത്തിരിക്കുന്നത്. എനിക്ക് വളരെ രീതിയിൽ ഇഷ്ടപ്പെട്ട മെയിൻ ഇതിൻ്റെ ഗ്രില്ലാണ്. പക്ഷേ ചിലർക്ക് അത് ഡാറ്റ്സണിൻ്റെ ഒരു സാമ്യമുണ്ടെന്നൊക്കെ പറഞ്ഞ് ചിലർക്കൊരു നിരസം കാണിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ഗ്രില്ല് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നീട് നിസാൻ അവതരിപ്പിച്ച ഏറ്റവും പുതിയ ലോഗോയും അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ഹെഡ് ലാമ്പ് സൈഡിലോട്ട് തന്നെ തെളിയിരിക്കുന്ന ഒരു ഹെഡ് ലാമ്പും ഇൻഡിക്കേറ്റേഴ്സും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ DRL നല്ലൊരു ഡിസൈൻ L ഷേപ്പിലുള്ളൊരു ഡിസൈൻ കൊടുത്തു. അതുപോലെ വളരെ ഒതുങ്ങിയ രീതിയിൽ ഉള്ള ഒരു ഫോഗ് ലാമ്പും താഴെയായിട്ട് വരുന്നുണ്ട്. ഫ്രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നീട് ഈ നമ്മുടെ ഈ ബോണറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബൾജിങ്ങും ഈ ഒരു കർവ്സും ഒക്കെ കൊടുത്തിരിക്കുന്ന നല്ലൊരു മസിൽ ഫീലിംഗ് ആണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. നല്ലൊരു ലുക്കാണ് അതുമൂലം നമുക്ക് കിട്ടുന്നത്. പിന്നീട് നമ്മുടെ സൈഡ് ലുക്കിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് നിസാൻ മാഗ്നൈറ്റ് എന്നുള്ളൊരു ബാഡ്ജിങ് സൈഡിലായിട്ട് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു ബാഡ്ജിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോമ്പാക്ട് SUVകൾ എല്ലാവരും എടുക്കുന്നതിൻ്റെ പ്രധാന കാരണം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇനി കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിയിട്ടാണ് നമ്മുടെ കോമ്പാക്ട് SUVകൾ എടുക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ കേരള റോഡ്സിനൊക്കെ ആയിട്ട് ഇതിന് 205 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് ഈ വില. കാരണം ടാറ്റ നെക്സണിനൊക്കെ 209 ആണ്. അതിനെക്കാട്ടി 4 mm മാത്രമേ ഇതിന് വ്യത്യാസം വന്നിട്ടുള്ളൂ. 205 mm വളരെ നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. പിന്നീട് ഈ വീൽ ആർച്ചിലുള്ള ഒരു ക്ലാഡിങ്ങും നല്ല രീതിയിലുള്ള, ഇത് ബ്ലാക്ക് കളർ ആയതുകൊണ്ടാണ്, വേറെ കളർ വേരിയൻസ് വരുമ്പം അത് നമുക്ക് നല്ല രീതിയിൽ എടുത്ത് കാണാനായിട്ട് പറ്റും. പിന്നീട് 16 ഇഞ്ച് ടയേഴ്സാണ്, വീൽസാണ് ഇതിന് വരുന്നത്. ഡ്യുവൽ കളേഴ്സൊക്കെ കൊടുത്ത് നല്ലൊരു രീതിയിലുള്ളൊരു ഡിസൈനിലുള്ള ഡ്യുവൽ കളർ ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ വണ്ടിയിൽ എല്ലാവരും തന്നെ ഏറ്റവും എടുത്ത് പറയുന്നത് കാര്യം ഇതിൻ്റെ ബാക്ക് സൈഡാണ്. തീർച്ചയായിട്ടും കാരണം നിസാൻ ഫ്രണ്ട് മാത്രം ഭംഗിയാക്കുന്നതല്ല, ഇതിൻ്റെ ടെയിലും നല്ല രീതിയിൽ ഭംഗിയാക്കിയിട്ട് തന്നെ ഇതിൻ്റെ ബാക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ടെയിൽ ലാമ്പ് സൈഡിലോട്ട് തെളിയിരിക്കുന്ന രീതിയിലുള്ള നല്ലൊരു ടെയിൽ ലാമ്പും അതുപോലെ തന്നെ ബാക്കിൽ നല്ലൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. മാഗ്നൈറ്റ് എന്ന് ഒക്കെ ഈ എഴുതിയേക്കുന്ന നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഇത് CVT മോഡലാണ്. CVT എന്ന് ഉള്ള ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെർബോ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക് ലൈറ്റ് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫോഗേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്ത് റിയർ വൈപ്പേഴ്സും സഹിതമാണ് നമ്മുടെ മാഗ്നൈറ്റ് വരുന്നത്. ബാക്ക് ഡിസൈൻ എനിക്ക് തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. ഇതുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന സോണറ്റിൻ്റെയും കൈഗറിൻ്റെയും ഒക്കെ അടിപൊളി ബാക്ക് സൈഡ് തന്നെയാണ്. എങ്കിലും ഇത് നല്ല രീതിയിൽ തന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വിശാലമായ 336 ലിറ്റർ വലിപ്പമുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലെ സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല വിശാലമായിട്ടുള്ളൊരു സ്പേസ് ആണ്. ഇത് ഷൂട്ട് ചെയ്യാൻ കൊണ്ടുവന്ന ക്യാമറയും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഫ്രണ്ട് സീറ്റ് നമുക്ക് മാക്സിമം ബാക്കിലോട്ട് ഇറക്കിയിട്ടാലും ബാക്കിലിരിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല. കാല് നല്ല വിശാലമായിട്ട് തന്നെ നീക്കിയിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഹാൻഡ് റെസ്റ്റ് വരുന്ന മോഡലല്ല, ബാക്കിൽ എല്ലാത്തിനും ബേസ് മോഡൽ വരെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് കിട്ടുന്നതായിരിക്കും. പിന്നീട് നമുക്ക് ഇതിന് കീലെസ് എൻട്രി ആണ് വരുന്നത്. കീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പ്രീമിയം വെഹിക്കിൾസൊക്കെ കാണുന്ന പോലെ തന്നെ കീലെസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് ഇതിൻ്റെ ഇന്റീരിയറിലോട്ട് നോക്കി കഴിയുവാണെന്നുണ്ടെങ്കിൽ മിക്ക വാഹനങ്ങളിലും കാണാറുള്ള പോലെ തന്നെയുള്ള അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെയുള്ള 7 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ് ഇനി വരുന്നത്. പിന്നീട് ഈ വണ്ടിയിൽ എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ലംബോർഗിനിയുടെ ഒക്കെ ഒരു ഷേപ്പിലുള്ള AC വെൻസ് ആണ് ഇനി കൊടുത്തിരിക്കുന്നത്. അത് വളരെയേറെ ഇന്റീരിയർ ലുക്ക് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
ഡിസ്പ്ലേ സൈസ് പോലെ തന്നെ 7 ഇഞ്ച് സൈസിലുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. ഗ്രാഫിക്സോടുകൂടി ഇഗ്നിഷൻ ഓൺ ആകുകയും വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് ഇതിന് വന്നിരിക്കുന്നത്. കുറച്ച് ഓവർ കളർഫുൾ എന്ന് തന്നെ പറയാം. 3 രീതിയിലുള്ള ഡിസ്പ്ലേ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ XV പ്രീമിയം മോഡലിന് മാത്രമാണ് അതിൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് ഒക്കെ ഉള്ളത്. പിന്നീട് ഇതിൻ്റെ AC-യുടെ ഫാൻ കൺട്രോളിൻ്റെയും ടെമ്പറേച്ചർ കൺട്രോളിൻ്റെയും ഒക്കെ ഡിസ്പ്ലേ അതിൻ്റെ സ്വിച്ചിൽ തന്നെ ഉണ്ട് എന്നുള്ളത് വളരെ പ്രീമിയം ഫീൽ തരുന്നൊരു കാര്യമാണ്. പിന്നീട് വയർലെസ് മൊബൈൽ ചാർജിങ് ഇതിൻ്റെ എല്ലാ മോഡൽസിനൊപ്പം വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് സപ്പോർട്ടുള്ള ഫോണുകൾ ചുമ്മാ വെച്ചു കൊടുത്താൽ മാത്രം മതിയാവും. അതുപോലെ തന്നെ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വോളിയം കൺട്രോൾസും ബ്ലൂടൂത്ത് കൺട്രോൾസും എല്ലാം കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നീട് ലെഫ്റ്റ് റൈറ്റ് മിറർ കൺട്രോൾസും അതുപോലെ തന്നെ വിൻഡോയുടെ സ്വിച്ചസും. അതിൽ ഡ്രൈവറിന് മാത്രമാണ് ഓട്ടോ മോഡ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടെക് പാക്ക് എടുക്കുന്നവർക്കായിട്ട് JBLൻ്റെ സ്പീക്കേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കിനി വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. ഇഗ്നിഷൻ ഓൺ ആകുമ്പോൾ തന്നെ വളരെ മനോഹരമായ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ ഫസ്റ്റ് ഗിയർ ഇട്ടെടുക്കുന്നതിൻ്റെ ആ ഒരു സാധാരണ ഓട്ടോമാറ്റിക് ചില വെഹിക്കിൾസിൽ കാണുന്ന, അതായത് നമ്മുടെ ഈ റേഞ്ചിലുള്ള വണ്ടികളിൽ കാണുന്ന ഒരു പ്രശ്നം ഈ വണ്ടിക്ക് എനിക്ക് ഫീൽ ചെയ്തതിൽ ഒട്ടും തന്നെ വളരെ നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഹാൻഡ്ലിങ് നടക്കുന്നത്. ഗിയർ അതുപോലെ തന്നെ ഗിയർ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് വരുന്നില്ല. നോർമൽ ഒരു സ്കൂട്ടർ നമ്മൾ ഒരു ആക്റ്റീവ് ഓടിക്കുമ്പോൾ ഗിയർ ചേഞ്ചിങ് വരുന്നില്ല. ആ ഒരു ഫീൽ തന്നെയാണ്. നല്ല സ്മൂത്തായിട്ടാണ് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നടക്കുന്നത്. നമുക്ക് ശരിക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് നമ്മുടെ നിസാൻ മാഗ്നൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു 100 bhp പവറിൻ്റെ ആ ഒരു ഗുണം കാണിക്കുന്നുണ്ട്. കാരണം നമ്മൾ കാല് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പവർ ഡെലിവറി കണ്ടോ. 1 ലിറ്റർ ടെർബോ എഞ്ചിനുള്ള ഈ വണ്ടിക്ക് ഏകദേശം 12 സെക്കൻഡ് മാത്രം മതിയാവും 0 to 100 വരെ എത്താനായിട്ട്. നമ്മുടെ CVT മോഡൽ ഓടിക്കുന്നതിൻ്റെ ആ ഒരു പവർ ലാഗോ അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് ലാഗോ ഒന്നും ഇതിന് അനുഭവപ്പെടുന്നില്ല. നമുക്ക് ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് നമുക്ക് തികച്ചും അതിൻ്റെ സൗണ്ടോ അതിൻ്റെ ഒരു ഫീൽ അറിയാനായിട്ട് തന്നെ ഇല്ല ഗിയർ ഷിഫ്റ്റ് ആവുന്നതിൻ്റെ. കാരണം അത്ര സ്മൂത്തായിട്ടാണ് ഇതിൻ്റെ ഇതൊക്കെ നടക്കുന്നത്. പിന്നീട് എനിക്ക് വേറൊരു കാര്യം ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡിസ്ക് ചെറിയ രീതിയിൽ ഒരയുന്നതായിട്ടൊരു ഫീല് വന്നായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ ഓണറിനോട് ചോദിച്ചപ്പോൾ അത് ഫസ്റ്റ് സർവീസ് വരെ എല്ലാ വണ്ടികൾക്കും മിക്ക വണ്ടികൾക്കും ഉണ്ടെന്ന് പറയും. ഫസ്റ്റ് സർവീസ് ചെയ്യുമ്പോൾ ഓക്കെ ആക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വേറെ കുഴപ്പങ്ങളായിട്ടൊന്നും ഇതുവരെ ഓടിച്ചിട്ട് തോന്നിയിട്ടില്ലെന്നാണ് യൂസർ പറയുന്നത്. അതുപോലെ നമുക്ക് നമ്മുടെ 3 സ്പോക്ക് സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാം കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആവട്ടെ നമ്മുടെ ഡിസ്പ്ലേ ആകട്ടെ എല്ലാം നമുക്ക് നമ്മുടെ സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾ എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ കൺവീനിയൻ്റ് ആണ്. ഇത് എല്ലാ മോഡൽസിനും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിനായിട്ട് നമുക്ക് ടോപ്പ് എൻഡ് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. സാധാരണ എല്ലാ വണ്ടികളിലും കാണുന്ന പോലെ തന്നെ ടോപ്പ് എൻഡ് വെഹിക്കിൾസിൽ മാത്രമേ നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോളുകളെല്ലാം കൊടുക്കാറുള്ളൂ. പിന്നീട് ക്രൂസ് കൺട്രോൾ ഇതിന് വരുന്നില്ല. അത് ഭാവിയിൽ കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഇന്ത്യയിൽ നിസാനെ രക്ഷിക്കാനായിട്ട് വന്ന ഒരു കുട്ടി സിംഹമാണ് നമ്മുടെ നിസാൻ മാഗ്നൈറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. വണ്ടിയെപ്പറ്റിയുള്ള സംശയങ്ങളും വീഡിയോയെപ്പറ്റിയുള്ള അഭിപ്രായം എല്ലാവരും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായിരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.